ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടേത് 33ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുണിക്കുന്നതിന് പകരം ഹരിക്കുക എന്നൊരു ടിപ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ആ കണക്കിലേക്ക് പോകാം. 1, 2, 3, 4 ഇൻറ്റു 5. അപ്പം ഇത് 1234 ഗുണം 5 ഇതിനെ നമുക്ക് 5 കൊണ്ട് ഗുണിക്കണം. അപ്പം 5 കൊണ്ട് ഗുണിക്കണമെങ്കിൽ നമുക്കിതിനെ എളുപ്പമാർഗ്ഗമുള്ളൂ. 5 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം നമുക്ക് വേറെ രീതി ചെയ്യാം. 1, 2, 3, 4 5 ആയതുകൊണ്ട് ഒരു 0 കൂടെ നമ്മളിവിടെ വിട്ടു കൊടുക്കുക. എന്നിട്ട് നേരെ ഇതിൻ്റെ പകുതി എടുക്കുക. പകുതിയെടുക്കുമ്പോൾ 6, 2, 12 3-നകത്ത് 2 ഒരു പ്രാവശ്യം പോട്ട്, ബാക്കി 14, 7, 2, 14 അടുത്ത 0. ഇപ്പോൾ 1234 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈ ആൻസർ നോക്കാം. 5, 4, 0 സിസ്റ്റം 2, 3, 15, 17 സിസ്റ്റം 1, 5, 21, 14 സിസ്റ്റം 1, 1, 5, 1, 6. 5ൻ്റെ ടേബിൾ ആയിരുന്നു നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. വലിയ വലിയ നമ്പർ വന്നാലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. പക്ഷേ നമ്മളുടെ ഗുണിക്കുന്നതിന് പകരം അതിൻ്റെ നേർ പകുതിയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് വന്നത്. ഇത് നമുക്ക് നോക്കാം. ഈ സംഖ്യ നമുക്ക് 5 കൊണ്ട് ഗുണിക്കണം. 5 കൊണ്ട് ഗുണിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യാം? 8, 4, 6, 2, 5 ഇതിൻ്റെ ഇപ്പുറത്തൊരു 0 കൂടെ കൊടുക്കുക. കൊടുത്തിട്ട് നേരെ ഇതിൻ്റെ പകുതി നോക്കാം. 8ൻ്റെ പകുതി എത്രയാണ്? 4, 4ൻ്റെ പകുതി 2, 6ൻ്റെ പകുതി 3, 2ൻ്റെ പകുതി 1, 5നെ 2 ആക്കുമ്പോൾ 2 കൊണ്ട് പടി വീഴുമ്പോൾ 2, 2, 4 പോട്ട് 1, 0 ചേർത്ത് 10, 5. അപ്പോൾ നമുക്കിവിടെ 8, അതായത് 84,625 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ ആ സംഖ്യയുടെ നേരെ പകുതി എടുത്തു. ഒരു കാര്യം നമ്മൾ ചെയ്യുക, ആ സംഖ്യയുടെ കൂടെ ഒരു 0 കൊടുത്തിട്ട് വേണം നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പകുതി കിട്ടാം. നോക്കാം. ഇവിടെ 5, 5, 25 സിസ്റ്റം 2, 5, 2, 12, 12 സിസ്റ്റം 1, 6, 30, 31 സിസ്റ്റം 3, 5, 4, 23, 23 സിസ്റ്റം 2, 8, 42, 42. അപ്പോൾ നമുക്ക് മറ്റു കണക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞത് 479ൻ്റെ കൂടെ ഒരു 0 കൂടെ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പകുതി എടുക്കുക. 4ൻ്റെ പകുതി 2, 7ൻ്റെ പകുതി എന്ന് പറയുന്നത് 3 പോയിട്ട് ബാലൻസ് വരും 19, 9, 2, 18, 1, 10 വരും. അപ്പോൾ എത്ര? 5 ആയി. 9, 5, 45 സിസ്റ്റർ 4, 7, 35, 39 സിസ്റ്റർ 3, 5, 4, 23, 23. മനസ്സിലായി കാണുന്ന വിചാരിക്കും. നമുക്ക് ഒരു കണക്ക് കൂടെ നോക്കാം. നോക്കാം. ഇവിടെ 2045.98 0.98 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 20, 45, 9, 8 പോയിന്റ് മാറ്റിയിട്ട് 0 കൊടുക്കുക. എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 0-നകത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 0 നമ്മൾ കൊടുത്തു. 4-നകത്ത് 2 പ്രാവശ്യം, 5-നകത്ത് 2 പ്രാവശ്യം പോയിട്ട് 1, 19, 9, 2, 18, 18 കഴിഞ്ഞിട്ട് 1, 18, 9, 2, 18 അടുത്ത 0. അപ്പം നമ്മൾ മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 8, 5, 40, 0 സിസ്റ്റം 4, 9, 5, 45, 4, 49 സിസ്റ്റം 4, 5, 25, 4, 29 സിസ്റ്റം 2, 5, 4, 22, 22 സിസ്റ്റം 2, 5, 0, 0, 2, 5, 2, 10 2 ദശാംശ സ്ഥാനം ഇവിടെ നിന്ന് മാറ്റി 2. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു കണക്ക് നോക്കാം. 852 ശ്രദ്ധിച്ചിരിക്കുക. ലാസ്റ്റ് നമ്മൾ പറയാണ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 852ൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 0 കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ പകുതി എടുക്കുക. അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 8ന്റെ പകുതി 4,
5ന്റെ പകുതി 2 എടുക്കുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 2 4 പോട്ട് 12 6 2 12 ഒരു 0 ഉണ്ട്. ഓക്കെ, 5 2 10 0 ശിഷ്ടം 1 5 25 26 ശിഷ്ടം 2 8 42 42. അപ്പോൾ നമ്മൾ 5 കൊണ്ട് ഒരു സംഖ്യയെ ഗുണിക്കുന്നതിന് പകരം എത്ര വലിയ സംഖ്യയാണെങ്കിൽ നമ്മൾ അതിനെ 5 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ആ സംഖ്യയുടെ നേർ പകുതി എടുത്താൽ മതി. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനടുത്തിട്ട് ഒരു 0 കൂടെ കൊടുക്കുക, അല്ലെങ്കിൽ 0 കൊടുത്തിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുക. 0 കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്താലുള്ള ഗുണമെന്ന് പറയുന്നത് ഡെസിമല് നമുക്ക് കറക്റ്റായിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്കതിനെ സംഖ്യയ്ക്ക് ഒരു 0 കൊടുത്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഗുണിക്കാതെ തന്നെ നമുക്കത് ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.